യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ 2025 വെക്കേഷൻ ഏപ്രിൽ ഞങ്ങൾ മണാലി പോയതിൻ്റെ ഒരു എയർപോർട്ടിലേക്ക് തിരിച്ച് വരുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നേ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, എൻ്റെ യൂട്യൂബ് ചാനൽ പോയതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എനിക്ക് മിസ്സായി. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും ഞാനത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇത് ഞങ്ങൾ മണാലി പോയി തിരിച്ച് ഡൽഹിയിൽ വന്ന് അവിടുന്ന് ഞങ്ങൾ ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് വരുന്ന റൂട്ടാണേ. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിച്ചെടുത്തുനിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു, എനിക്ക് 20 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഊബർ വിളിച്ച് എയർപോർട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡൽഹിയിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ വരുന്നത്. പക്ഷേ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം കൊച്ചി, നമ്മുടെ വീടിന് അടുത്തുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ഫസ്റ്റ് ഞങ്ങളുടെ യാത്രയാണ്. കാരണം ഇതിനു മുമ്പ് 2 ഫ്ലൈറ്റ് ട്രിപ്പ് എടുത്തതും ഡൽഹി ടു കാശ്മീർ, കാശ്മീർ ടു ഡൽഹി, അതായിരുന്നു. ഇത്രയും അടുത്ത് നമുക്ക് എയർപോർട്ട് കിടന്നിട്ട് അവിടുന്ന് ഇതുവരെ പോവുകയോ അവിടെ വന്ന് ഇറങ്ങുകയോ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ്, നമ്മുടെ നാട്ടിലേക്ക് ഞങ്ങൾ വന്ന് ഇറങ്ങുന്ന ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, ചെക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് അവിടുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിസ്ക് ഇതായിരുന്നു. ശരിക്കും കറക്റ്റ് സമയത്താണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത്. ജസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സാകുമോ എന്ന്. കറക്റ്റ് ടൈമിൽ ഞങ്ങൾ വന്നു അവിടെ. ഞങ്ങൾ ശരിക്കും ലാസ്റ്റ് ഞങ്ങളുടെ ആ ഒരു ഗേറ്റ് നമ്പറിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചു, സ്റ്റാഫ് വിളിച്ചു, നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വിളിച്ചു. കാരണം എല്ലാവരെയും കയറ്റി വിടുന്ന ടൈമായിട്ടും ഞങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളെല്ലാ കാര്യങ്ങളും നടന്നത്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. കാരണം പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഇത്രയും നടന്ന് തന്നെ നമ്മളവിടെ എത്താൻ തന്നെ ഇത്രയും ടൈം എടുക്കും. അപ്പോൾ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണേ. ഫ്ലൈറ്റിലോട്ട് കയറി. അപ്പം രാത്രി ഞങ്ങൾ എത്തും. രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേനും എത്തും അവിടെ. ഞങ്ങൾ പോകുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റായിരുന്നു ഞങ്ങൾ എടുത്തത്. അപ്പം ഫ്ലൈറ്റൊക്കെ സൂപ്പറായിരുന്നു, വിത്ത് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഈ ഒരു വീഡിയോ അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിസ്സായതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ തപ്പിയെടുത്ത് ഇട്ടതാണ്. അപ്പോൾ അതാ അമ്പു ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്നു. എന്തോ ഒരു കേക്ക്, റൈസ്, അങ്ങനെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല യാത്രയായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങി തിരിച്ച് പുറത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഇതോടെ ഞങ്ങളുടെ ഈ വർഷത്തെ ട്രിപ്പ് കഴിഞ്ഞു. ബൈ ബൈ.